ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കഷ്ടതകളിലും ദുരിതങ്ങളിലും അകലങ്ങളിൽ മാറി നിന്ന് സന്തോഷിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അവയെ പ്രത്യാശയുടെ അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവമിതാ വചനത്തിലൂടെ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മുടെ ജീവിതത്തിൻ്റെ പതനങ്ങളിലും കഷ്ടതകളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലും പരാജയങ്ങളിലും മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല പ്രിയമുള്ളവരെ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, കരം ചേർത്ത് പിടിക്കുന്ന ദൈവം നമ്മുടെ കാതുകളിൽ പറയും, മക്കളെ ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവത്തിൻ്റെ സ്വരം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. തിരിച്ചറിയണം കേട്ടോ പ്രിയമുള്ളവരെ. നമുക്കറിയാലോ, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം നമ്മൾ കേൾക്കാറില്ലേ? ഇത് അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്തിട്ടുണ്ട് ശരിയാവില്ല. ചിലപ്പോഴെങ്കിലും ചില വീഴ്ചകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, ഷോയെ ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ, ഒരു സോറി പറയാം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. തളർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, നീ തളർന്നിരിക്കേണ്ടവനല്ല, നീ തകർന്നിരിക്കേണ്ടവനല്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ കൈപിടിച്ച് പുതുജീവിതത്തിലേക്ക് നയിക്കും. പോകേണ്ട വഴികളെ നമുക്ക് കാണിച്ചു തരും. ഒന്ന് മാത്രം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ പാകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ സ്വരം പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി നമുക്ക് കിട്ടുമ്പോൾ അത് കേൾക്കുവാൻ പാകത്തിന്, ഇതാ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ പാകത്തിന് എൻ്റെ കാതുകൾ ഒരുക്കമുള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ കാതുകളിൽ നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീ എന്തു ചെയ്യണം, നീ എങ്ങനെ മുന്നോട്ട് പോകണം, നിൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെന്ന് അത് കേൾക്കണം. അത് കേൾക്കുവാൻ പാകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദപരിധിക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിച്ച് കഷ്ടതകളിലും ദുരിതങ്ങളിലും അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവയെ രക്ഷാകരമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇതിനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിത മേഖലകളെല്ലാം കർത്താവെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും